ഹായ്, വെൽക്കം ബാക്ക് ടു അർമാൻഡോ ബോക്സിംഗ് സീരീസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഒരുപാട് ബോക്സിംഗ് മൂവ്മെൻറ്റുകൾ പഠിച്ചു. അതിനി എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഷാഡോ ബോക്സിംഗ്. നമുക്ക് ആദ്യം ഷാഡോ ബോക്സിംഗ് എന്തിന് നമ്മൾ ചെയ്യുന്നു എന്നൊരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. മേ ബി നിങ്ങളൊരു സെൻറ്ററിൽ പോയിട്ട് ഒരുപാട് മൂവ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ മേ ബി ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും നമുക്കൊരു റിങ് അല്ലെങ്കിൽ ഒരു ബാഗ് അല്ലെങ്കിൽ ബോക്സിങ്ങിന് വേണ്ട എക്യുപ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വേണമെന്ന്. എന്നാൽ നമ്മൾ പഠിച്ചിരിക്കുന്ന മൂവ്മെൻറ്റുകളെ കറക്റ്റാക്കാൻ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പഞ്ച് ചെയ്യാൻ, അതിൽ നമുക്ക് എത്രത്തോളം എൻഡ്യൂറൻസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഇതിനെല്ലാം ഷാഡോ ബോക്സിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പൊതുവേ ഷാഡോ ബോക്സിംഗ് നിങ്ങൾക്ക് ഒരു വാമപ്പ് സെറ്റായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ മൂവ്മെൻറ്റ് പഠിക്കുന്നതിന് മുമ്പ് ഒരു വാമപ്പ് സെറ്റായിട്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങളുടെ മൂവ്മെൻറ്റുകളുടെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് അത് എങ്ങനെ ഡെലിവർ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ബാലൻസ്, നിങ്ങളുടെ റിതം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷാഡോ ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യാം. കൂടാതെ കോൺസെൻട്രേഷൻ, ഇപ്പം ഞാനൊരു വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. എനിക്ക് മെൻ്റൽ സ്ട്രെസ്സ് കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് ഞാൻ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്നതിലൂടെ എന്താണ് എനിക്കതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു നെഗറ്റീവ് എനർജീനെ പോസിറ്റീവ് എനർജി ആക്കാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഷാഡോ ബോക്സ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാം, ആ ഒരു നിങ്ങളുടെ ഫോക്കസ്, ഇനി നിങ്ങളുടെ മെൻ്റൽ ഫോക്കസ് കൂടാതെ നിങ്ങളുടെ ലൈഫിലുള്ള നെഗറ്റീവ് എനർജീനെ വരെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് പോസിറ്റീവ് ആക്കാൻ പറ്റും. ഇത്തരത്തിൽ ഒരുപാട് രീതിയിൽ ഷാഡോ ബോക്സിങ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബേസിക് ചെയ്യേണ്ട ഒരു കൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇമാജിൻ ചെയ്യാം, ഇപ്പോൾ ഈ ഷാഡോ ബോക്സിങ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം. അതിനൊരു ചെറിയൊരു റൂം അല്ലെങ്കിൽ ചെറിയൊരു സ്പേസ്, ഒരുപാട് ലാർജ് സ്പേസ് വേണ്ട. നിങ്ങൾക്ക് പാർക്കിൽ, വീട്, നിങ്ങൾക്ക് ജിമ്മ്, എവിടെയാണോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു സ്പേസ് കിട്ടുന്നത് നിങ്ങൾക്ക് അവിടെ ചെയ്യാം. അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ അഡ്വാൻറ്റേജ്. നമുക്ക് ഒരു എക്യുപ്മെൻറ്റും ഇല്ലാണ്ട് നമ്മളുടെ ഒരു സ്കില്ലിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ഇതിലൂടെ പറ്റും. ഇനി ഇതെങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? ബേസിക്കലി ഞാൻ കണ്ടിട്ടുള്ളത്, നിങ്ങളിപ്പോൾ ഒരു ബോക്സിംഗ് സെൻറ്ററിൽ പോയിട്ട് ഒരുപാട് കോമ്പിനേഷൻസ് പഠിക്കും, ഒരുപാട് പഞ്ചസ് പഠിക്കും, ഒരുപാട് മെത്തേഡ് പഠിക്കും. എന്നിട്ട് ആ മെത്തേഡിനെ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ പഠിച്ചിരിക്കുന്ന ഒരു കോമ്പിനേഷനാണ് 1-2 സ്ലിപ്പ്, 3 സ്ലിപ്പ്, 5 and 2. ഇതൊരു കോമ്പിനേഷനാണ്. ഇപ്പം ഞാൻ ഇവിടെ എൻ്റെ ഒരു ക്ലയൻറ്റിനോട് പറയാം, നിങ്ങൾ ഷാഡോ ബോക്സ് ചെയ്യുന്നു. അപ്പോൾ അയാൾ ആദ്യം ചെയ്ത് ഞാൻ പഠിപ്പിച്ചു തന്ന കോമ്പിനേഷൻ, ഓക്കെ 1 2 3, അയാൾ എന്ത് ചെയ്തു, ആ കോമ്പിനേഷൻ അവിടെ ചെയ്ത് ഫിനിഷ് ചെയ്തു. അതല്ല ഷാഡോ ബോക്സിങ്. ആക്ച്വലി അതെന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ പഠിച്ചിരിക്കുന്ന മൂവ്മെൻറ്റിനെ അവിടെ ഷാർപ്പ് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ് പെർഫെക്റ്റ് ആക്കി, അത് ഫൈൻ. പക്ഷെ ഷാഡോ ബോക്സിംഗ് എന്ന് പറയുന്ന സമയത്ത് ഇമാജിനേഷൻ, അവിടെ നിങ്ങളൊരു കഥ, നിങ്ങൾ സ്വന്തമായിട്ടൊരു സിനിമ നിങ്ങൾ അവിടെ ഡയറക്റ്റ് ചെയ്യണം. ആ സിനിമയിൽ നിങ്ങളാണ് അവിടുത്തെ ആക്ഷൻ സീക്വൻസുകൾ ഡയറക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ തിരക്കഥ എഴുതുന്നത് നിങ്ങളാണ്. ആ തിരക്കഥയ്ക്കനുസരിച്ച് നിങ്ങളാണ് ആ കഥയിലെ നായകൻ. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എഴുതുന്നു ആ സിനിമാ കഥ, അതായത് നമ്മളെ ബോക്സിങ്ങിലെ സ്റ്റോറി നിങ്ങൾ എഴുതുന്നു. ഒപ്പണൻ്റ് എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു, നിങ്ങളാണ് ആ കഥയിലെ നായകൻ. അപ്പോൾ ആ ഒപ്പണൻറ്റിൻ്റെ ഫൈറ്റിനെ നിങ്ങളെങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ള കഥയും നിങ്ങൾ തന്നെയാണ് എഴുതുന്നത്. ഈ രണ്ട് കഥകൾ ഒരുമിച്ച് എഴുതിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഷാഡോ ബോക്സിങ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇത് ഇൻസ്റ്റൻ്റ് ആക്കി നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ആദ്യം എഴുതിയിട്ടല്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ, ഇപ്പം ഷാഡോ ബോക്സിങ് ചെയ്യുന്ന സമയത്ത് ഒരു 3 കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടെന്ന് കൂട്ടുക. അഗ്രസീവായിട്ട് ഇങ്ങോട്ട് വരുന്ന ഒപ്പണൻറ്റ്, അല്ലെങ്കിൽ ഡിഫെൻസീവ് മോഡിൽ നിൽക്കുന്ന ഒപ്പണൻറ്റ്. 4 കാറ്റഗറി, ടോളർ ആയിട്ടുള്ള ഒപ്പണൻറ്റ് ആൻഡ് ഷോർട്ടർ ആയിട്ടുള്ള ഒപ്പണൻറ്റ്. അപ്പം എനിക്കിവിടെ 4 സിനാരിയോ കിട്ടി. ആ 4 സിനാരിയോയിലും 4 സ്റ്റൈലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കഥ എഴുതേണ്ടത്. ആ 4 കഥയിലും നായകൻ്റെ മൂവ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കണം. സർ, നായകൻ ഇവിടെ നമ്മളാണ്. ഞാൻ നിങ്ങൾക്കൊരു ഫണ്ണായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞിരുന്നത്. ആൻഡ്
ഈ ലോജിക്കിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങളെ മൂവ്മെൻറ്റ് കിടലനാക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ നായകൻ, ഞാനിപ്പോൾ ഇവിടെ ചിന്തിക്കുന്നത് എൻ്റെ അതേ ഹൈറ്റിൽ ഒരു ഡിഫെൻസീവ് ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി ഏതും ആവട്ടെ, ശരി, ഇപ്പം ഞാൻ കാറ്റഗറി എടുക്കുന്നില്ല. ഓക്കെ, എൻ്റെ ഒപ്പണൻ്റ് എന്ന് പറയുന്നത് എൻ്റെ അതേ ഹൈറ്റിലുള്ള ഒരാളാണ്. സപ്പോസ് സങ്കല്പിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എൻ്റെ ഗാർഡ് അപ്പ് ചെയ്ത് വെക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോക്സിങ് സ്റ്റൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റൈലിൽ നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കുക. ഇനി ഇമാജിൻ ചെയ്യുക, ഞാൻ അങ്ങ് കഥ എഴുതാൻ പോവുകയാണ്. എങ്ങനെയാണ് കഥ എഴുതാമെന്നുള്ളതാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇമാജിൻ ചെയ്യാണ്, ഞാനാണ് ആദ്യം അയാൾ അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ, അയാൾക്ക് എന്ത് ചെയ്യും അല്ലെങ്കിൽ അയാളുടെ റിഫ്ലക്സ് ആക്ഷൻ എങ്ങനെയെന്ന് അറിയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ജാബ് തുടങ്ങി. സ്റ്റെപ്പ് ഇൻ ചെയ്ത് ജാബ് ചെയ്തു ആൻഡ് സ്റ്റെപ്പ് ബാക്ക്. ഞാൻ അതിൽ തുടങ്ങി. ഓക്കെ, അയാളുടെ മൂവ്മെൻറ്റ് ഞാൻ ആലോചിക്കുകയാണ്. ഓക്കെ, അയാൾ ബാക്ക്വേർഡ് വന്നു. അയാൾ ഫോർവേഡ് വരുന്നു. അയാൾ ബാക്ക്വേർഡ് കയറി, അയാൾ ഫോർവേഡ് വരുന്നു. ഞാൻ ചിന്തിക്കുകയാണ്, ഇത് വീണ്ടും ഇത് തന്നെ ചെയ്യുന്നല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ഞാൻ ഗസ് ചെയ്യാണ്. അയാൾ ഫോർവേഡ് കയറി വരുന്നുണ്ട്, ഔട്ട് സൈഡ് സ്ലിപ്പ് ചെയ്യണോ? സ്ലിപ്പ് ചെയ്തു ആൻഡ് പിവോട്ട്. ഇപ്പം അയാൾ എന്താണ്? എൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഞാൻ അയാൾക്ക് കൗണ്ടർ പഞ്ച് ചെയ്തു. അവിടെ ഞാനൊരു സ്റ്റോറി അവിടെ ബിൽഡ് ചെയ്തു. ഇനി അതല്ലെങ്കിൽ അടുത്ത സ്റ്റോറി ഉണ്ടാക്കുക,